മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി നിർണയത്തിൽ പരസ്യ വിമർശനവുമായി അബ്ദുറഹ്മാൻ രണ്ടത്താണി. ചിലരുടെ താൽപര്യം നടപ്പാക്കാൻ പാണക്കാട് തങ്ങൾമാരെ കരുവാക്കിയെന്ന് അബ്ദുറഹ്മാൻ രണ്ടത്താണി. തിരൂരങ്ങാടിയിൽ PMA സലാമിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെയാണ് വിമർശനം. ഷഹീദ് ചേർന്നു വിശദാംശങ്ങൾ നൽകാനായി. ഷഹീദ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ഈ വിമർശനത്തിൽ ഉൾപ്പെടുന്നത്? മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഇന്നലെയാണ് വന്നത്. അതിൽ വിമർശനം ഉയരുന്നു എന്നുള്ളതാണ്. അത് പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് തിരൂരങ്ങാടിയിലെ സ്ഥാനാർത്ഥി PMA സമീറിനെതിരെയാണ് ഇപ്പോൾ രൂക്ഷ വിമർശനവുമായി അബ്ദുറഹ്മാൻ രണ്ടത്താണി. മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവാണ്, മുൻ MLA ആണ്. അദ്ദേഹം പരസ്യ വിമർശനവുമായി FB പോസ്റ്റിലൂടെ രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് PMA സമീറിനെ സ്ഥാനാർത്ഥിയാക്കിയത് ചിലരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. ആ താല്പര്യങ്ങൾക്ക് പാണക്കാട് തങ്ങന്മാരെ കരുവാക്കി എന്നുള്ള രൂക്ഷമായ വിമർശനം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത് പാർട്ടി പ്രവർത്തകർ ചോദ്യം ചെയ്യും. അത് അച്ചടക്കത്തിന്റെ പേര് പറഞ്ഞ് ആ ചോദ്യത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രൂക്ഷമായ വിമർശനം അദ്ദേഹം നടത്തുന്നുണ്ട്. ഈ യുവ നേതാക്കന്മാരെ സ്ഥാനാർത്ഥിയാക്കിയത് അദ്ദേഹം പേരെടുത്ത് പറഞ്ഞ് അത് നല്ല തീരുമാനമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ PMA സമീറിന് എന്തിന് സ്ഥാനാർത്ഥിത്വം നൽകി എന്നുള്ളത് വലിയ ചോദ്യം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം സമീറിനെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി PK കുഞ്ഞാലിക്കുട്ടി തന്നെയാണ് മുൻകൈയെടുത്തത്. പാണക്കാട് സ്വാദിഖലി തങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്ന സ്ഥാനാർത്ഥി ആയിരുന്നില്ല PMA സമീർ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കുഞ്ഞാലിക്കുട്ടിയുടെ താല്പര്യത്തിന് വഴങ്ങിയാണ് ഇത്തരമൊരു തീരുമാനമെടുത്തതെന്നാണ് ലീഗിനുള്ളിൽ ഇപ്പോൾ ഉയരുന്ന ശക്തമായ വിമർശനം. ശരി, മുഹമ്മദ് ഷഹീദാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരൂരങ്ങാടിയിൽ PMA സമീറിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെയാണ് ഈ വിമർശനം. അതിന്റെ വിശദാംശങ്ങളാണ് നൽകിയത്.